എറണാകുളത്ത് പ്രകടനം നടത്തുകയാണ്. എറണാകുളത്ത് വൈപ്പിനിലും അതോടൊപ്പം തന്നെ കുണ്ടന്നൂരും ഇപ്പോഴിതാ ആലുവ കീഴ്മാടും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി തന്നെ തെരുവിലേക്കായി എത്തിയിരിക്കുന്നു എന്നതാണ്. അവരുടെ ബാനറിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, RCയും KCയും വേണ്ട, നമ്മൾക്ക് വേണ്ടത്, കേരളത്തിന് വേണ്ടത് BDS ആണ്, ഒറ്റ പേരാണ് എന്നത് അത് അവർ എഴുതി ചേർത്തിരിക്കുന്നു. ആ ബാനറുമായാണ് ഇപ്പോൾ പ്രകടനം മുന്നോട്ട് പോകുന്നത്. കൃത്യമാണ് ചുവരെഴുത്തുകൾ. ഈ വരുന്ന പ്രകടനം പല ഭാഗങ്ങളിലും തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക ഗാനങ്ങളുമെല്ലാം തയ്യാറാക്കിക്കൊണ്ട് VD സതീശന് അഭിവാദ്യം പറഞ്ഞുകൊണ്ട്, മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മിന്നുന്ന വിജയത്തിന് VD സതീശൻ മാത്രമാണ് അതിനൊരു കാരണക്കാരൻ, അദ്ദേഹത്തെ തഴഞ്ഞാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം എന്താണ്, അവരുടെ ശക്തി എത്രമാത്രമാണ്, അവരുടെ പ്രതിഷേധം എത്ര നേരം നീളുമെന്നാണ് ഡാനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതേപോലെ നടക്കുന്ന പ്രകടനങ്ങളാണ് പല ഭാഗങ്ങളിലും നടക്കുന്നത്. ഇത് വരും ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് നീക്കം. ഇപ്പോൾ VD സതീശന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അവർ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നത്. തങ്ങൾ ഇവിടെയുണ്ട്, അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകണം, അത് നേതൃത്വം, ഹൈക്കമാൻഡ് അത് നിഷേധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ? എതിരെ തന്നെയാണോ? അവഗണിക്കുന്നു എന്ന് തന്നെയാണോ? ഞങ്ങളുടെ പ്രതിഷേധം ഈ രാജ്യത്ത് കേരള ജനത, ഞങ്ങളുടെ പ്രതിഷേധം തകർന്ന് തരിപ്പണമായ ഈ പാർട്ടിയെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ അതൊക്കെ പ്രചരണം നടത്തി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് 100-ൽ പരം സീറ്റുകൾ മേടിച്ച കോൺഗ്രസ് UDFനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് VD സതീശൻ മാത്രമാണ്. അതുകൊണ്ടാണ് VD സതീശൻ വീണ്ടും വരണമെന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്. കാരണം ഈ ഒരു വിജയത്തിന് ഉത്തരവാദി VD സതീശനാണ്. അദ്ദേഹത്തെ അവഗണിക്കുന്നത്, നോക്കി നിൽക്കാൻ പ്രവർത്തകരെന്ന രീതിയിൽ തങ്ങൾക്ക് കഴിയില്ല എന്ന് വിളിച്ചു പറയുകയാണ് ഓരോരുത്തരും. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കാണുന്നത്. ഓർക്കുക, ആവർത്തിച്ച് ആവശ്യപ്പെട്ട പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ള പ്രകടനങ്ങളോ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രവർത്തകരിലേക്ക് എത്തിയിട്ടില്ല. മനോജ്, എല്ലാവരും തന്നെ പ്രതിഷേധവുമായിട്ട് തന്നെ തെരുവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ, കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഇവർ നൽകുന്ന സന്ദേശം ഇതാണ്: മറ്റൊരു തീരുമാനവും തങ്ങൾ അംഗീകരിക്കുകയില്ല. മറ്റാർക്കും ഇത്രയും കാലം CPM-നോട്, ഇടതുമുന്നണിയോട് നേർക്കുനേരെ നിന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് തുടർന്ന് ലഭിക്കണം. പക്ഷേ ഞാൻ ഡാനിയിലേക്ക് മടങ്ങി വരാം. അനീഷ് കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട് നിന്ന് എന്താണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ? അവിടെ പ്രതിഷേധം എപ്പോൾ തുടങ്ങും? എത്ര ഇടങ്ങളിൽ പ്രതിഷേധമുണ്ട്? ആൾക്കൂട്ടത്തിന്റെ നിലപാട് എന്താണ്? UDFിലെ മറ്റ് ഘടക കക്ഷിയിലെ പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ അംഗമാകുന്നുണ്ടോ? എന്താണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? ഡാനി, ആ ദൃശ്യങ്ങൾ നമുക്ക് വേണം. മനു, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെയും VD സതീശന്റെ അഭ്യർത്ഥനയും ഒക്കെ പൂർണ്ണമായി തള്ളിയാണ് കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലായി പ്രവർത്തകർ തെരുവിലിറങ്ങി VD സതീശനായി മുദ്രാവാക്യം വിളികളുമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ആവശ്യമാണ് എല്ലാ ഇടങ്ങളിലും അവർ പ്രധാന മുദ്രാവാക്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാനറുകൾക്ക് കീഴിൽ പലയിടങ്ങളിലും 200-300 ആളുകളൊക്കെ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ നടക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ അല്പസമയം മുമ്പാണ് പ്രതിഷേധം അവസാനിച്ചത്. പേരാമ്പ്രയിലും വടകരയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും ഒക്കെ ഇത്തരം രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഷാഫി പറമ്പലിന്റെയൊക്കെ തട്ടകം എന്ന് പറയാൻ കഴിയുന്ന വടകര മണ്ഡലത്തിന്റെ കീഴിലുള്ള ഇടങ്ങളിലൊക്കെ നിരവധി പേരാണ് ഈ VD സതീശനായി ആർത്ത് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ നിയന്ത്രണങ്ങളോ നിരോധനമോ അല്ലെങ്കിൽ വഴി തെരുവിലിറങ്ങരുത് എന്ന വിലക്കുകളൊന്നും തങ്ങൾക്ക് ബാധകമല്ല. അദ്ദേഹമാണ് ചത്തുകിടന്ന കോൺഗ്രസിനെ ജീവൻ വരുത്തിയ ആളാണ് VD സതീശൻ.
ആ ആൾക്ക് അർഹതപ്പെട്ടത് മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം. മറിച്ച് KC വേണുഗോപാൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം MP ആണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണ്. അദ്ദേഹം MP ആയി തന്നെ അടുത്ത 5 വർഷക്കാലം ഈ ഒരു കാലാവധി കഴിയുന്നത് വരെ തുടരട്ടെ എന്നാണ് അവർ പറയുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തല ഒന്നും ചിത്രത്തിൽ പോലും ഇല്ലാത്ത വിധം KC വേണുഗോപാലിനെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം VD സതീശനായി തെരുവിലിറങ്ങി രേഖപ്പെടുത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇന്നത്തെ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പ്രവർത്തകരിൽ പലരും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. UDFന്റെ ഒരു വികാരമായി അല്ലെങ്കിൽ UDFന്റെ തലവൻ എന്ന രീതിയിൽ VD സതീശനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന വികാരമാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും MP ആയി തന്നെ KC വേണുഗോപാൽ തുടരട്ടെ എന്നാണ് അവർ പറയുന്നത്. മനു, യെസ്, അതാണ് അവിടെ നിന്ന് കോഴിക്കോട് നിന്നുള്ള വിവരം. ഡാനി പോൾ എന്നോടൊപ്പം തുടരുന്നുണ്ട്. ഡാനി, ഈ പ്രതിഷേധം എത്ര സമയത്തേക്ക് തുടരുമെന്നാണ് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്? ഇത്തരം പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അത് പ്രവർത്തകർ കേൾക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലക്കുകളെ മറികടന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇത് നാളെയും തുടരുമോ? ഇത് എന്ത് തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധമായി മാറുമെന്നാണ് ഡാനി കരുതേണ്ടത്? മനു, ഇത് കൃത്യമായ രീതിയിലുള്ള സന്ദേശം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കാരണം ഇത് താഴേക്കിടയിലുള്ള പ്രവർത്തകരിലേക്ക് ഈ തീരുമാനങ്ങൾ നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ നേതൃത്വം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നത് എത്രമാത്രം അസ്വസ്ഥതയുണ്ടാക്കുന്നു, അത് എത്രമാത്രം അവഹേളനമാണ് പ്രവർത്തകരിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ജില്ലയിൽ അതോടൊപ്പം തന്നെ മറ്റ് ഇതര ജില്ലകളിലെല്ലാം തന്നെയും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യാതൊരു രീതിയിലുള്ള അടിച്ചേൽപ്പിക്കലും തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നു. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഈ 63 പേർക്ക് എന്ത് അയോഗ്യതയാണുള്ളത്, എന്തുകൊണ്ട് അവരിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കാതെ മറ്റൊരാളിലേക്ക് നീണ്ടുപോകുന്നു എന്ന അമർഷം വളരെ ശക്തമായുണ്ട്. 5 വർഷം പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നയിച്ചൊരാൾ, നേർക്കുനേർ നിന്ന് ഇടതുമുന്നണിയെ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമെല്ലാം അത്തരം പ്രതിഷേധങ്ങളിലടക്കം നേരിട്ടൊരാൾ, അങ്ങനെയൊരാളെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നതെല്ലാം തന്നെ ചോദ്യമായി ഉയരുന്നു. ഹൈക്കമാൻഡ് വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നു. കോഴിക്കോട് പ്രതിഷേധം നടക്കുന്നു. തിരുവനന്തപുരത്ത് വലിയ തോതിൽ പ്രതിഷേധം നടന്നു. ഒപ്പം എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഡാനിയും അതുപോലെ ഡാൻ കുര്യനും ഒക്കെ നമുക്ക് നൽകിയത്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് ഇനി കോൺഗ്രസ് MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായമൊക്കെ സ്വരൂപിച്ചുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. AICC നിരീക്ഷകർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അത് കൈമാറിയിട്ടുണ്ട്. നിരീക്ഷകരെ അജയ് മാക്കാനും മുകുൾ വാസ്നിക്കും ഒക്കെ റിപ്പോർട്ട് കൈമാറി. ഇതിനിടെ MLA-മാരുടെ പിന്തുണയെ സംബന്ധിച്ച് പുറത്തു വന്ന ചിത്രം അത് യഥാർത്ഥമല്ല എന്നുള്ള വിവരങ്ങൾ മുകുൾ വാസ്നിക്ക് പങ്കുവയ്ക്കുന്നു. അത് അങ്ങനെ ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നു. പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ച പത്രം ഇത് യഥാർത്ഥ അവർക്ക് ലഭിച്ച റിപ്പോർട്ടാണ് എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് യാഥാർത്ഥ്യമല്ല എന്ന് പ്രതികരിക്കുന്നു. പുറത്തു വന്ന ചിത്രത്തിന് ആധികാരികത ഇല്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറയുന്നു. ഏതായാലും താൻ ഹൈക്കമാൻഡിനോടാണ് അഭിപ്രായം പറഞ്ഞത്, അവർ മറുപടി പറയട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. മുകുൾ വാസ്നിക്കിന്റെ കൈവശമുള്ള പട്ടിക അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടത്. കോൺഗ്രസ് MLA-മാരുടെ ഹിതപരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി വരുമ്പോഴെടുത്ത ചിത്രമാണ് അത്. MLA-മാരുടെ പേരും അതിന് നേരെയുള്ള കോളത്തിൽ ഇവർ ആരെ പിന്തുണയ്ക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളുമൊക്കെ അതിൽ ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടിയാണ് അതിൽ സന്ദീപ് വാര്യരുടെ, സജീവ് ജോസഫിന്റെ, TO മോഹനന്റെ ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു. ഉഷാ വിജയൻ, IC ബാലകൃഷ്ണനൊക്കെ അവരുടെ പേരുകൾക്ക് നേരെ KC വേണുഗോപാലിന്റെ പേരെഴുതി. IC ബാലകൃഷ്ണന്റെ പേര് നേരെ KCRC എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് അത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നതോടുകൂടിയാണ് അത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പട്ടികയിൽ ഒന്നാമനായിട്ടുള്ള KL നീലകണ്ഠന്റെ പേരിന് നേരെ ഒന്നും എഴുതിയിട്ടില്ല. ഉർദുമയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട K നീലകണ്ഠൻ ആരെ പിന്തുണച്ചു എന്നത് വ്യക്തവുമല്ല. ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.